അങ്ങനെ ഒരു കൊടും കാട്ടിലേക്കാണ് അവർ ചെന്നു കയറുന്നത്. ധാരാളം മരങ്ങളുള്ള, നിറയെ പുല്ലുകളുള്ള, ഇതുവരെയായിട്ട് ഒരു മനുഷ്യൻ്റെ പാദം പോലും സ്പർശിക്കാത്ത വിധത്തിലുള്ള ഒരു കാട്. ആ കാട്ടിലേക്കാണ് അവർ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം അങ്ങനെ നടന്ന് തൻ്റെ സൈന്യത്തിൽ നിന്ന് ഒരുപാട് അകലെയായി എന്ന് മനസ്സിലായപ്പോൾ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് സുലത്ത് റളിയല്ലാഹു അൻഹു നിന്നു. എന്നിട്ട് ഒരു തുണി വിരിച്ചുകൊണ്ട് നിസ്കാരം ആരംഭിക്കുകയാണ്. കുറച്ച് പിറകിലായിക്കൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹു ഇതെല്ലാം വീക്ഷിച്ചിങ്ങനെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ സുലത്ത് റളിയല്ലാഹു അൻഹുവിനെ തന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ഗർജനം കേൾക്കുന്നത്. സിംഹത്തിൻ്റെ ഒരു ഗർജനം കേട്ടത്. അദ്ദേഹം ഞെട്ടിവിറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഭീമാകാരനായ ഒരു സിംഹം പിന്നിൽ നിന്ന് ഞങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായത്. എന്താണ് ചെയ്യുക, രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു മരത്തിലേക്ക് വേഗം ചാടിക്കയറി.